മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിൽ ഉത്തരവ് ഉടൻ ഉണ്ടാകും. പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ കേന്ദ്രത്തിന് അയച്ച കത്തിന്റെ മറുപടിയിലാണ് അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ച് കേന്ദ്രം അറിയിച്ചത്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി 2219 കോടി രൂപയുടെ സഹായമാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. ആർ ശ്രീജിത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. എന്തൊക്കെയാണ് ശ്രീജിത്തെ പുതുവത്സരാഘോഷ പരിപാടികൾ? പറയൂ, അത് കഴിഞ്ഞ് വാർത്തകളിലേക്കും. എസ് കെ ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സരം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. സാധാരണ ഞാൻ ഈ പുതുവത്സരത്തിന്റെ തലേന്ന് വളരെ നേരത്തെ വീട്ടിൽ കയറുന്നതാണ്. കാരണം ഈ റോഡിലും മറ്റുമൊക്കെ നേരത്തെ സേഫായിട്ട് വീട്ടിൽ വീട് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. പുതുവത്സരത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ല. വൈകുന്നേരം വീട്ടിൽ കയറും. പക്ഷേ 24 പുതുവത്സരം ആഘോഷിക്കുമ്പോൾ ശ്രീജിത്ത് കിടന്നുറങ്ങിയാൽ ശരിയാവൂ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ വാർത്തയിലേക്ക്. ഞാൻ ഉറങ്ങിയതില്ല. അല്ല, ഞാനിന്ന് അതിരാവിലെ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഇന്നലെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി രാജേഷ് ഗുപ്ത കത്ത് മുഖേനയാണ് സംസ്ഥാനത്ത് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിനെ അറിയിച്ചത്. നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിന് സമാനമായ ഒരു പ്രതികരണം പാർലമെന്റിൽ നടത്തിയിരുന്നു. അതിനകത്ത് സ്ഥിരീകരണം ചോദിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഈ മാസം 28-ന് ടിങ്കു ബിസ്വാൾ കേന്ദ്രത്തിന് കത്തയച്ചത്. അതായത് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായിട്ടാണോ കേന്ദ്രം പരിഗണിക്കുന്നത്, അക്കാര്യത്തിൽ ഒരു വ്യക്തത വേണമെന്നാണ് സർക്കാർ തേടിയത്. അതിനുള്ള മറുപടിയിലാണ് ഈ അതിതീവ്ര ദുരന്തമാണ് എന്ന കാര്യം അറിയിച്ചത്. എന്തായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. ഇപ്പോൾ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചുള്ള ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങും. ഇത് സർക്കാരിന്റെ മറ്റ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് ഗുണകരമായി മാറും എന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. 2219 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് കേരളം ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതുവരെ സംസ്ഥാനത്തിന് കാര്യമായ തുക ലഭിച്ചിട്ടില്ല. ദുരന്ത പ്രതികരണ നിധിയിലേക്ക് SDRF-ലേക്ക് 214 കോടിയുടെ സഹായം മാത്രമാണ് ലഭിച്ചത്. അത് ഈ ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട തുകയാണ് എന്നാണ് റവന്യൂ വകുപ്പും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കൂടുതൽ സഹായത്തിനുള്ള വഴി തെളിയുമോ എന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഇതിൽ നിന്ന് കാര്യമായ സഹായം പുതുതായി സഹായം ഈ SDRF-ലേക്ക് വരാൻ സാധ്യതയില്ല എന്ന തരത്തിലുള്ള ചില സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ റവന്യൂ മന്ത്രി കെ രാജൻ അല്പസമയത്തിനകം പ്രതികരണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം 9 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. താങ്ക് യു ആർ ശ്രീജിത്ത്. താങ്കൾക്ക് പുതുവത്സരം ആഘോഷിക്കാനുള്ള അവസരമൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.